താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് പാറകൾ പൊട്ടിച്ചു നീക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. റോഡിലെ മണ്ണും പാറയും മരവും നീക്കം ചെയ്ത ശേഷം മാത്രമേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. ഉച്ചയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 2 ഹിറ്റാച്ചികൾ ഉപയോഗിച്ചാണ് പാറ പൊട്ടിച്ചു നീക്കുന്നത്. ചുരത്തിലുണ്ടാകുന്ന കനത്ത മഴ അവഗണിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും അഗ്നിരക്ഷാ സേനയും ചുര സംരക്ഷണ സമിതി പ്രവർത്തകരും നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്നത്. കുറ്റ്യാടി വഴിയാണ് വാഹനങ്ങൾ പ്രധാനമായും ഇപ്പോൾ തിരിച്ചുവിടുന്നത്. മണ്ണിടിഞ്ഞ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയില്ലെന്നാണ് ഡ്രോൺ നിരീക്ഷണത്തിലൂടെ പ്രാഥമിക വിലയിരുത്തൽ. കുറ്റ്യാടി റോഡിലും വാഹനങ്ങളുടെ തിരക്കുണ്ട്. ഇന്നലെ രാത്രി കുറ്റ്യാടി ചുരത്തിലും 2 മണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി. പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമാണ് പ്രധാന ജംഗ്ഷനുകളിൽ ഗതാഗതം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. രാവിലെ മുതൽ അടിവാരത്തും ലക്കിടിയിലും വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 7ഓടെയാണ് ചുരം 9ാം വളവ് വ്യൂ പോയിന്റിനടുത്ത് മണ്ണും പാറക്കൂട്ടങ്ങളും മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് പോലും കടത്തിവിടാൻ കഴിയാത്ത വിധം ഗതാഗതം നിലയ്ക്കുകയായിരുന്നു. ചൊവ്വ രാത്രി 7ഓടെയാണ് ചുരം റോഡിന് മുകളിൽ നിന്നും പാറക്കൂട്ടങ്ങളും മരങ്ങളും വലിയ ശബ്ദത്തോടെ വീഴുന്നത്. യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാറക്കൂട്ടങ്ങളും മണ്ണും മരങ്ങളും റോഡിന് കുറുകെ വീണതോടെ ദേശീയപാത 766-ൽ താമരശ്ശേരി ചുരം വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു. ആംബുലൻസ് അടക്കമുള്ളവ ഗതാഗത കുരുക്കിൽ പെടുകയും ചെയ്തു. ചുരത്തിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ പരിഗണിച്ച് ഇതുവഴിയുള്ള ഗതാഗതത്തിന് താൽക്കാലിക നിരോധനവും ഏർപ്പെടുത്തിയതായി കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിക്കുകയുണ്ടായി. വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോകേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു. ചുരത്തിലൂടെയുള്ള വാഹന ഗതാഗതം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായും വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീയും അറിയിച്ചിട്ടുണ്ട്.